എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. ശ്രീമുരുകൻ വള്ളി ദേവിയെ വിവാഹം കഴിക്കാനുണ്ടായ കാരണം മുൻജന്മത്തിൽ ചെയ്തു കൊടുത്ത ഒരു സത്യത്തിന്റെ ഫലമായിട്ടാണ്. കാണ്ഡപുരാണമനുസരിച്ച് വിഷ്ണുവിന്റെ പുത്രിമാരായ സുന്ദരവല്ലിയും അമൃതവല്ലിയും ശ്രീമുരുകനെ കാണുകയും അദ്ദേഹത്തോട് പ്രണയം തോന്നുകയുമുണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ വിവാഹം കഴിക്കുവാനായി അവർ കഠിനമായ തപസ് ആരംഭിക്കുന്നു. ഹിന്ദു പുരാണമനുസരിച്ച് സുന്ദരവല്ലിയും സഹോദരിയും ഒന്നുകിൽ വിഷ്ണു വാമനനായി അവതരിക്കുന്ന സമയത്ത് പൊഴിച്ച ആനന്ദാശ്രുവിൽ നിന്നോ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ പ്രപഞ്ചാവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിൽ നിന്ന് പുറപ്പെട്ടു വന്ന പ്രകാശത്തിൽ നിന്നോ ഉണ്ടായതായാണ് പറയപ്പെടുന്നത്. നിരവധി തപസ്സുകൾക്ക് ശേഷം ശ്രീമുരുകൻ സഹോദരിമാരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്നു. താൻ അസുരനായ ശൂരപത്മനോട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും അവർ മനുഷ്യരൂപത്തിൽ പുനർജനിച്ചതിന് ശേഷം മാത്രമേ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയൂ എന്നും അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടം മാനിച്ച് സുന്ദരവല്ലി കുറിഞ്ഞി പ്രദേശത്തെ ഒരു വള്ളിച്ചെടിയുടെ കീഴിൽ വള്ളിയായി പുനർജന്മം ചെയ്തു. ഒരു പെൺകുഞ്ഞിനെ ആഗ്രഹിച്ചിരുന്ന നമ്പിരാജൻ അല്ലെങ്കിൽ നമ്പി എന്ന് വിളിക്കപ്പെടുന്ന കാടിൻ്റെ തലവനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും വള്ളിദേവിയെ എടുത്തു വളർത്തി തൻ്റെ മകളായി വളർത്തുകയാണ് ഉണ്ടായത്. എന്നാൽ മറ്റൊരു ഐതിഹ്യപ്രകാരം നമ്പി എന്ന വേട്ടക്കാരൻ ഒരു പർവ്വതത്തിന് താഴ്വാരത്തിൽ താമസിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം ആൺകുട്ടികളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കൊച്ചു പെൺകുട്ടിക്കായി വല്ലാതെ കൊതിച്ചു. മലഞ്ചെരിവിൽ ഒരു ശിവമുനി തപസ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു മാൻപേട അതിലെ കടന്നുപോയി. അതിൻ്റെ മനോഹരമായ രൂപം കണ്ട് സന്യാസി ഉണർന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് പ്രവഹിച്ച ആ പ്രകാശത്താൽ ആ മാനിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു. തക്ക സമയത്ത് തന്നെ വേട്ടക്കാരായ ആ ഗോത്രത്തിലെ സ്ത്രീകൾ ഭക്ഷ്യയോഗ്യമായ കിഴങ്ങുകൾ തേടിപ്പോയ സമയത്താണ് ഈ മാൻകുട്ടി പെൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. പെൺമാൻ താൻ ഒരു വിചിത്ര ജീവിയെ പ്രസവിച്ചു എന്ന് കരഞ്ഞു പറയുന്നു. വേട്ടക്കാരനായ നമ്പിയും ഭാര്യയും കണ്ടെത്തിയ ഈ കുഞ്ഞിനെ മാൻ ഉപേക്ഷിച്ചതായിരുന്നു. സന്തോഷത്താൽ മതിമറന്ന അവർ ആ കൊച്ചു പെൺകുട്ടിയെ തങ്ങളുടെ കുടിലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ പെൺകുഞ്ഞിന് അവർ വള്ളി എന്ന് പേരിട്ടു. അവരുടെ ആചാരപ്രകാരം ഒരു പെൺകുഞ്ഞിന് പ്രായം തികയുമ്പോൾ അവർ തങ്ങളുടെ വിള കാക്കുവാനായിട്ട് അയക്കാറുണ്ട്. വള്ളിക്ക് പ്രായം തികഞ്ഞപ്പോൾ ഈ ആചാരം നിറവേറ്റാൻ വള്ളിയെ വയലിലേക്ക് അയക്കുന്നു. ഇതേസമയം വള്ളിമല സന്ദർശിക്കുന്ന നാരദമുനി വള്ളിയുടെ അസാധാരണമായ സൗന്ദര്യത്തെക്കുറിച്ചും വേട്ടക്കാരുടെ ദേവനോടുള്ള അവളുടെ ഭക്തിയെക്കുറിച്ചും ശ്രീമുരുകനെ അറിയിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വാഗ്ദാനവും അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുന്നു. മുരുകൻ ഒരു വേട്ടക്കാരൻ്റെ രൂപമെടുത്തു. വള്ളിയുടെ വയലിൽ എത്തിയ ഉടൻ അവളുടെ വീടിനെയും കുടുംബത്തെയും കുറിച്ച് അന്വേഷിക്കുന്ന ആ സുന്ദരിയായ പെൺകുട്ടിയെ അഭിസംബോധന ചെയ്തു. എന്നിരുന്നാലും ആ നിമിഷം നമ്പിയും വേട്ടക്കാരും വള്ളിക്ക് തേൻ, വള്ളിയുടെ വേര്, മാമ്പഴം, കാട്ടുപശുവിൻ പാൽ എന്നിവ കൊണ്ടുവന്നു. മുരുകൻ ഒരു മരത്തിൻ്റെ രൂപം കൈക്കൊണ്ടു. നമ്പിയും കൂട്ടരും പോയപ്പോൾ ശ്രീമുരുകൻ വീണ്ടും മനുഷ്യരൂപത്തിൽ അവതരിച്ചു വള്ളിയെ സമീപിക്കുന്നു. താൻ വള്ളിയെ സ്നേഹിക്കുന്ന കാര്യം ശ്രീമുരുകൻ വള്ളി ദേവിയെ അറിയിക്കുന്നു. എന്നാൽ വള്ളി അത് കേട്ട് ഞെട്ടി തല താഴ്ത്തി. വേട്ടക്കാരുടെ താഴ്ന്ന ഗോത്രത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയെ സ്നേഹിക്കുന്നത് അനിശ്ചിതമാണെന്ന് മറുപടി പറഞ്ഞു. ആ നിമിഷം അവർ അടുത്തു വരുന്ന സംഗീതത്തിൻ്റെ ശബ്ദം കേട്ടു. വേട്ടക്കാർ വന്യരും കോപാകുലരുമായ മനുഷ്യരാണെന്ന് വള്ളി മുരുകനെ അറിയിച്ചു. നമ്പിയും വേട്ടക്കാരും വീണ്ടും വള്ളിയുടെ അടുത്തെത്തി. ആ സമയം ശ്രീ മുരുക ഭഗവാൻ ശൈവഭക്തനായി രൂപാന്തരമെടുത്തു. നമ്പിയും വേട്ടക്കാരും അനുഗ്രഹം വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. ഇതേസമയം ശ്രീമുരുകൻ വള്ളിയോട് ഭക്ഷണം ചോദിക്കുന്നു. വള്ളി തേൻ കലക്കിയ കുറച്ച് തിനമാവ് അദ്ദേഹത്തിന് നൽകി. എന്നിട്ട് തൻ്റെ കൈക്കുമ്പിളിൽ വനത്തിലെ കുളത്തിൽ നിന്നും വെള്ളമെടുത്ത് അദ്ദേഹത്തിൻ്റെ ദാഹം ശമിപ്പിക്കുന്നു. ആ സമയം ശ്രീമുരുകൻ ഇങ്ങനെ വള്ളിയോട് പറയുന്നു: ഇപ്പോൾ നീ എൻ്റെ വിശപ്പും ദാഹവും ശമിപ്പിച്ചു. നിന്നോടുള്ള എൻ്റെ സ്നേഹം നീ തൃപ്തിപ്പെടുത്തണം. വള്ളി അത് നിരസിക്കുന്നു. ആ നിമിഷം
ഭയപ്പെടുത്തുന്ന ആനയുടെ രൂപത്തിൽ വള്ളിയുടെ പുറകിൽ പ്രത്യക്ഷപ്പെടാൻ തൻ്റെ സഹോദരനായ വിനായകൻ്റെ സഹായം ശ്രീമുരുകൻ അഭ്യർത്ഥിച്ചു. ഭയചകിതയായ പെൺകുട്ടി സംരക്ഷണത്തിനായി ശൈവസന്യാസിയുടെ കൈകളിലേക്ക് ഓടിക്കയറി. എന്നാൽ ആ സന്യാസി അവളെ കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ചു. അതേസമയം ശ്രീമുരുകൻ തൻ്റെ 6 തലകളും 12 കൈകളുമായി തൻ്റെ മയിലിൻ്റെ പുറത്ത് ഇരിക്കുന്ന യഥാർത്ഥ രൂപം വെളിപ്പെടുത്തുന്നു. വള്ളി തൻ്റെ ഇഷ്ടദേവനെ മുന്നിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ വണങ്ങി നിന്നു. ശ്രീമുരുകൻ തൻ്റെ ആഗമനോദ്ദേശം അറിയിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു. ശ്രീമുരുകൻ വേട്ടക്കാരൻ്റെ രൂപത്തിൽ വള്ളിയുടെയും കൂട്ടുകാരിയുടെയും കൂടെ യാത്രയാകുന്നു. എന്നാൽ തൻ്റെ കൂടെ വരുന്ന വേട്ടക്കാരനിൽ കൂടെയുള്ള സ്ത്രീക്ക് ആകെ ഒരു സംശയമുണ്ടായി. ശ്രീമുരുകൻ തനിക്ക് വള്ളിയോടുള്ള പ്രണയം ആ സ്ത്രീയോട് അറിയിക്കുന്നു. ഇതേസമയം വിളവെടുപ്പ് സമയം അടുത്തു വന്നു. ആദിവാസികൾ വള്ളിയെ തൻ്റെ ഗ്രാമത്തിലേക്ക് തിരികെ വിളിക്കുന്നു. ഹൃദയഭാരത്തോടെ വള്ളി നമ്പിയുടെ വീട്ടിലേക്ക് മടങ്ങി. തൻ്റെ ദൈവവുമായുള്ള അവളുടെ പ്രണയം അങ്ങനെ അവസാനിച്ചു. വള്ളിയുടെ അസന്തുഷ്ടി അവളുടെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വള്ളിക്ക് മലഞ്ചെരിവുകൾ ഉണ്ടെന്നും മുരുകൻ്റെ ബഹുമാനാർത്ഥം ഒരു ചടങ്ങ് സംഘടിപ്പിക്കണമെന്നും പ്രസ്താവിച്ച ഒരു പൂജാരിണിയെ വിളിക്കുന്നു. ഇതേസമയം ശ്രീമുരുകൻ വയലിലേക്ക് പോയി. അവിടെ വള്ളിയെ കാണാതെ അദ്ദേഹം അർദ്ധരാത്രിയിൽ ഗ്രാമത്തിലേക്ക് വന്നു. വള്ളിയുടെ തോഴിയുടെ സഹായത്തോടെ വള്ളിയെയും കൂട്ടി ശ്രീമുരുകൻ അവിടെ നിന്നു പോകുന്നു. പിറ്റേന്ന് രാവിലെ നമ്പിയുടെ ഭാര്യയാണ് വള്ളിയെ കാണാതായ വിവരം അറിയിക്കുന്നത്. കുപിതനായ വേട്ടക്കാരൻ പലായനം ചെയ്തവരെ കണ്ടുപിടിക്കുവാൻ തൻ്റെ സംഘവുമായി പുറപ്പെടുന്നു. അങ്ങനെ അവർ മുരുകൻ്റെ അടുത്തേക്ക് എത്തുന്നു. ശ്രീമുരുകൻ്റെ നേരെ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ ദിവ്യകോഴി കൂവുകയും വേട്ടക്കാർ മരിച്ചു വീഴുകയും ചെയ്യുന്നു. വള്ളി അവരുടെ മരണത്തിൽ വിലപിച്ചു. ശ്രീമുരുകൻ വള്ളിയെയും കൂട്ടിക്കൊണ്ടുപോകുന്നു. യാത്രാമധ്യേ അവർ നാരദനെ കണ്ടു. അദ്ദേഹം മാതാപിതാക്കളുടെ സമ്മതം വാങ്ങേണ്ടതായിരിക്കുന്നു എന്ന് മുരുകനോട് വിശദീകരിക്കുന്നു. അതിനാൽ ശ്രീദേവൻ മടങ്ങി വന്നു. വള്ളി സന്തോഷത്തോടെ തന്നെ വേട്ടക്കാരെ പുനരുജ്ജീവിപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ മുരുകൻ തൻ്റെ യഥാർത്ഥ ദൈവീക രൂപം സ്വീകരിച്ചു. ആശ്ചര്യവും ഭയവും തോന്നിയ വേട്ടക്കാർ അദ്ദേഹത്തെ ആരാധിക്കുകയും ഗോത്രത്തിൻ്റെ ആചാരപ്രകാരം വിവാഹം കഴിക്കാൻ ഗ്രാമത്തിലേക്ക് മടങ്ങാൻ അപേക്ഷിക്കുകയും ചെയ്തു. ഗ്രാമം മുഴുവൻ സന്തോഷിച്ചു. അങ്ങനെ ആ യുവമിഥുനങ്ങൾ കടുവയുടെ തൊലിപ്പുറത്തായിരുന്നു ഇരുന്നത്. നമ്പി വള്ളിയുടെ കൈ മുരുകൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്നു. നാരദൻ്റെ സഹായത്താലാണ് ആ വിവാഹം നടന്നത്. ആ നിമിഷം ദേവന്മാർ വായുവിൽ പ്രത്യക്ഷപ്പെട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചു. നമ്പി പിന്നീട് ഒരു വിരുന്ന് നൽകി. ധാരാളം തേനും തിനയും കാട്ടുപഴങ്ങളും അടങ്ങുന്ന വളരെ സമൃദ്ധമായ വിരുന്ന്. കുറച്ചു കാലം അവർ അവിടെ താമസിച്ചു. ശ്രീമുരുകനും വള്ളിയും സ്കന്ദഗിരിയിലേക്ക് മടങ്ങുന്നു. അവിടെ ശ്രീമുരുകൻ്റെ ആദ്യ പത്നി ദേവസേന അവരെ സ്വാഗതം ചെയ്യുന്നു.